بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും കാത്തു സൂക്ഷിച്ച് സൂക്ഷ്മതാബോധമുള്ളവരായി ജീവിക്കണേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തമായി വസിയ്യത്ത് ചെയ്യുകയാണ്.
ഈ വസിയ്യത്ത് ആത്മാർത്ഥമായി നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീനായ ഇസ്ലാം ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു വിഭാഗമാണ് സ്ത്രീകൾ. സ്ത്രീ ഒരു സമൂഹത്തിൻ്റെ അർദ്ധഭാഗമാണ്. പുരുഷന്റെ ജീവിത പങ്കാളിയാണ്. ഒരു നല്ല സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് സ്ത്രീകൾ നിർവഹിക്കേണ്ട പങ്ക് ധാരാളമാണ്. അല്ലാഹുവിൻ്റെ ദീൻ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ സ്ത്രീ സമൂഹത്തിന് അർഹമായ അവകാശങ്ങളും ഏറെ ആദരവും ബഹുമതിയും കൽപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് ലഭിക്കാനുള്ള സർവ്വ അവകാശങ്ങളും അല്ലാഹുവിൻ്റെ ദീൻ അവർക്ക് വകവെച്ചു കൊടുത്തു. എന്നാൽ ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ വിമർശകർ സാധാരണ ഉന്നയിക്കാറുള്ള ഒരു വിമർശനമാണ്, ഇസ്ലാം സ്ത്രീയെ ആദരിക്കുന്നില്ല, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അവളെ അടിച്ചമർത്തുന്ന നിയമമാണ് ഇസ്ലാമിലുള്ളത്, പർദ്ദക്കകത്തിട്ട് സ്ത്രീയുടെ വ്യക്തിത്വം നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്, ഇഷ്ടം പോലെ വിവാഹം ചെയ്യുവാനും ഇഷ്ടമുള്ളപ്പോൾ വിവാഹമോചനം ചെയ്യുവാനുമൊക്കെ ഇസ്ലാം യഥേഷ്ടം അനുമതി നൽകുന്നു എന്നതിനാൽ ഇസ്ലാമിൽ സ്ത്രീകളെ അനാദരിക്കുന്നു എന്ന ഒരു വിമർശനം, ഒരു പ്രചാരണം ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കുറച്ചധികമാണ്. മുൻപുള്ള കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വിമർശനം സമൂഹത്തിന്റെ മുമ്പിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിൻ്റെ ദീൻ, പ്രപഞ്ചനാഥന്റെ മതം സഹോദരിമാരെ ആദരിച്ചതുപോലെ, സ്ത്രീ സമൂഹത്തെ ബഹുമാനിച്ചതുപോലെ ലോകത്ത് ഒരു നിയമവും നമുക്ക് കാണാനാകില്ല സ്ത്രീകളെ ആദരിച്ച നിയമമായി, സ്ത്രീകളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്ത മതമായി. അല്ലാഹുവിൻ്റെ മതമല്ലാതെ മറ്റൊരു മതങ്ങളെയും നമുക്ക് കാണുക സാധ്യമല്ല. നിഷ്പക്ഷമായി വിലയിരുത്താൻ ഒരുങ്ങുമ്പോൾ നമുക്ക് ആ കാര്യം ബോധ്യമാകും. മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം ഏതൊരു സമൂഹത്തിലേക്കാണ് അന്തിമ പ്രവാചകൻ നിയോഗിതനാകുന്നത്? സ്ത്രീ സമൂഹത്തെ അടിച്ചമർത്തിയ ഒരു ജനത, സ്ത്രീ സമൂഹത്തിന്റെ അവകാശങ്ങൾ തട്ടിയെടുത്ത ഒരു ജനസമൂഹം, സ്ത്രീകളെ കേവലം കാമപൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവായി തരം താഴ്ത്തുകയും സഹോദരിമാരുടെ സർവ്വ അവകാശങ്ങളും തട്ടിയെടുത്ത് അവരെ അനാദരിച്ച് അവരെ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കി, എന്തിനേറെ ജീവിക്കാൻ വരെയുള്ള അവരുടെ അവകാശങ്ങളെ ഹനിച്ച, തികച്ചും സാംസ്കാരിക രംഗത്ത് തകർന്നുപോയ ഒരു ജനതയിലേക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകൻ നിയോഗിതനാകുകയാണ്. ആ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോഴേ, അല്ലാഹുവിൻ്റെ റസൂൽ നിയോഗിക്കപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോഴേ സ്ത്രീ സമൂഹത്തിന് ഇസ്ലാം നൽകിയ ആദരവും മഹത്വവും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ജനിച്ചത് പെൺകുഞ്ഞാണെങ്കിൽ ഇല്ല, അവൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കേണ്ടവളല്ല, എനിക്കൊരു പെൺകുഞ്ഞ് ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുക എന്നത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അതുകൊണ്ട് അവളെ ജീവിക്കാൻ അനുവദിച്ചുകൂടെന്ന് തീരുമാനിച്ച് വളരെ മൃഗീയമായ, അതല്ലെങ്കിൽ വളരെ മലിനമായ മനസ്സിന്റെ ഉടമകളായി തീർന്ന 6-ാം നൂറ്റാണ്ടിലെ അറബികളിലെ ചില ഗോത്രങ്ങളുടെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 16-ാമത്തെ അധ്യായമാണ് സൂറത്തുൻ നഹ്ൽ.
ആ സൂറത്തുൻ നഹ്ലിന്റെ 59-ാമത്തെ വചനത്തിൽ ഈ സാംസ്കാരിക രംഗത്തുണ്ടായ തകർച്ചയെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് കാണാം. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കലീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, അവരിൽ ഒരാൾക്ക് ജനിച്ചത് ഒരു പെൺകുട്ടിയാണെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, ഒരു പെൺകുഞ്ഞിനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത ഒരു പിതാവിന്റെ ചെവിയിലെത്തിയാൽ, ആ മനുഷ്യന്റെ കഥ എങ്ങനെയായിരുന്നുവെന്നോ, ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ, അയാളുടെ മുഖം ആ നിമിഷം മുതൽ കറുത്ത് ഇരുളാൻ തുടങ്ങുന്നു. അയാളുടെ മുഖം കറുത്തിരുണ്ടു പോകുന്നു. മാത്രമല്ല വഹുവ കലീം, അയാൾ കോപിഷ്ഠനാകുകയും ചെയ്യുന്നു. ഒരു പെൺകുഞ്ഞ് ജനിച്ച വിവരം അറിയുമ്പോ അപമാനത്താൽ മുഖം കറുത്തു പോകുകയും വലിയ കോപിഷ്ഠനായി മാറുകയും ചെയ്യുന്ന പിതാവ്, എന്നിട്ടോ ആ നിമിഷം മുതൽ യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി, സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതിന്റെ അപമാനം സഹിക്കവയ്യാൻ കഴിയാതെ, അതിന്റെ ആ ചീത്തയായ വാർത്ത സഹിക്കാൻ കഴിയാതെ വീട്ടിൽ തന്നെ ഇരിപ്പാണ്, സമൂഹത്തിലേക്ക് വരുന്നില്ല. സമൂഹമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ അപമാനിക്കും. ഒരു പെൺകുഞ്ഞിന്റെ പിതാവാണെന്ന് പറഞ്ഞ് ജനങ്ങൾ അപഹസിക്കും. അത് സഹിക്കാനാവാതെ വീട്ടിൽ തന്നെ ജനങ്ങളിൽ നിന്ന് മറഞ്ഞു കഴിയുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ ചിന്തിക്കുന്നു, എന്താണ് അയാൾ ആലോചിക്കുന്നത്? അയുംസികുഹു അലാ ഹൂനിൻ, അപമാനത്തോടുകൂടെ ഈ പെൺകുഞ്ഞിനെ വളർത്തണോ? അപമാനത്തോടുകൂടെ ഈ പെൺകുഞ്ഞിനെ വളർത്തുകയാണോ വേണ്ടത്? അം യദുസ്സുഹു ഫിത്തുറാബ്, അതല്ല അല്പം മണൽ മാതിയ കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടുകയാണോ വേണ്ടതെന്ന് അയാൾ ചിന്തിക്കുകയാണ്. അല്ലാഹു പറയുന്നു, അലാ സാഅ മാ യഹ്കുമൂൻ, അവര് വിധിക്കുന്നത് എത്ര ചീത്തയാണ്. നോക്കൂ, ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനോടുള്ള സമീപനമായിരുന്നു ഒരു കാലഘട്ടത്തിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിലെ സാംസ്കാരിക രംഗത്ത് തകർന്നുപോയ ഒരു ജനതയുടെ കഥയാണ് അല്ലാഹു നമുക്ക് വിവരിച്ചു തരുന്നത്, വിശദീകരിച്ചു തരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സംസ്കാരത്തിന്റെ കടക്കൽ കത്തിവെച്ചു. സ്ത്രീകൾക്ക് ജീവിക്കുവാനുള്ള അവകാശം നൽകി. അല്ലാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കൊടുത്തു. എന്താണ് ജനങ്ങളെ നിങ്ങൾ ചെയ്യുന്നത്? എന്തൊരു വൃത്തികേടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? എന്തൊരു നീചത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പാപവും ചെയ്യാത്ത നിഷ്കളങ്കയായി ജനിക്കുന്ന ആ പെൺകുഞ്ഞിനെ അല്പം മണൽ മാതി അതിന്റെ അരികിലിട്ട്, ആ മണലിന്റെ അടിയിലിട്ട് കൊല്ലാൻ മാത്രം, കുഴിച്ചു മൂടാൻ മാത്രം എന്ത് പാപമാണ് ആ പിഞ്ചു പൈതൽ ചെയ്തത്? അതുകൊണ്ട് ഓർത്തോളണം, നാളെ മനുഷ്യരെ വിചാരണ ചെയ്യുന്ന പ്രതിഫലത്തിന്റെ വേദിയിൽ, പ്രതിഫലം നൽകപ്പെടുന്ന വേദിയിൽ, വിചാരണയുടെ വേദിയിൽ മാലിക്കുൽ മുലൂക്ക് ആ പെൺകുഞ്ഞിനോട് വിചാരണ ചെയ്യും. വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, കുഴിച്ചു മൂടപ്പെട്ട ആ പെൺകുഞ്ഞിനോടുള്ള ചോദ്യം, അതിനോടുള്ള വിചാരണ, ഓ കുഞ്ഞെ, എന്തിനു വേണ്ടിയാണ് നീ കൊല ചെയ്യപ്പെട്ടത്? എന്ത് പാപമാണ് നീ ചെയ്തത്? എന്തിന്റെ പേരിലാണ് നീ കൊല ചെയ്യപ്പെട്ടതെന്ന് ചോദിക്കപ്പെടുന്ന ഒരു വേദി വരാനുണ്ടെന്ന് ആ മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നു. ആ സമൂഹം ആകമാനം മാറുന്നു. നോക്കൂ നിങ്ങൾ, സമൂഹത്തിന്റെ അർദ്ധഭാഗമായ സ്ത്രീ സമൂഹത്തെ എങ്ങനെയാണ് ഇസ്ലാം പരിഗണിച്ചതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജീവിക്കുവാനുള്ള അവകാശം നൽകി. പെൺകുട്ടികളോടുള്ള സമീപനം, സമൂഹത്തിന്റെ സമീപനം മാറണമെന്ന് ഇസ്ലാം വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. പെൺകുഞ്ഞിനെ വളർത്തുന്നതും പെൺകുഞ്ഞ് ജനിക്കുന്നതും ശാപമായി കാണുന്ന ആധുനിക സമൂഹം ഇന്നും അങ്ങനെ തന്നെയാണ്. പെൺകുഞ്ഞാണ് ജനിച്ചതെങ്കിൽ പെൺകുഞ്ഞിനെ വളർത്തുന്നത് ഇന്നും അപമാനമായി, അത് എന്റെ സാമ്പത്തികമായ പ്രശ്നത്തിന് കാരണമാണെന്ന് ധരിച്ച്, അതെന്റെ ദാരിദ്ര്യത്തിന് അത് കാരണമാകുമെന്ന് ധരിച്ച് ഇപ്പോഴും ജീവനോടെ പെൺകുഞ്ഞുങ്ങളെ ഗർഭാശയത്തിൽ വെച്ച് വധിച്ചു കളയുന്ന അധുനാധുനിക വൃത്തികെട്ട സംസ്കാരങ്ങൾ, അവിടെയും ഇസ്ലാമിന്റെ അധ്യാപനം ശ്രദ്ധേയമാണ്. ജനിച്ച പെൺകുഞ്ഞിനെ ജീവനോടെ കുടിച്ചു മൂടുന്ന ആ സമൂഹത്തോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സമൂഹമേ, ഈ
സമീപനം മാറണം. മറിച്ച് നിങ്ങൾക്ക് ജനിച്ചതൊരു പെൺകുഞ്ഞാണ്, അങ്ങനെ 1ഉം 2ഉം 3ഉം ഒക്കെ പെൺകുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ജനിക്കുകയും ആ കുട്ടികളെ നല്ല നിലക്ക് വളർത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് നേടാവുന്ന പ്രതിഫലത്തിന്റെ ആഴം എത്രയാണ് നോക്കൂ. അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ ആല സലാസ ബനാത്തിൻ, ആരെങ്കിലും 3 പെൺകുട്ടികളെ അവരെ കൃത്യമായി വളർത്തിയെടുത്തു, അവരെ കൃത്യമായി വളർത്തുകയും ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുകയും എന്നിട്ട് ഫഅദ്ദബഹുന്ന, ആ പെൺകുഞ്ഞുങ്ങൾക്ക് സംസ്കാരം പഠിപ്പിച്ചു, വസവ്വജഹുന്ന, അവരെ വിവാഹം ചെയ്തയച്ചു, വഅഹ്സന ഇലൈഹിന്ന, ആ പെൺകുഞ്ഞുങ്ങളോട് മനസ്സിൽ വെറുപ്പില്ലാതെ, മനസ്സിൽ വിദ്വേഷമില്ലാതെ, എനിക്കെന്തേ ജനിച്ചതൊക്കെ പെൺകുഞ്ഞുങ്ങളായല്ലോ എന്ന ഒരു സമീപന രീതി ഇല്ലാതെ, അവരോടുള്ള പെരുമാറ്റത്തിൽ അതൊന്നും കാണിക്കാതെ നല്ല മനസ്സുമായി ആ പെൺകുഞ്ഞുങ്ങൾക്ക് നന്മ ചെയ്തു കൊടുത്താൽ ഫലഹുൽ ജന്ന, ആ പിതാവിന്, ആ മാതാവിന് സ്വർഗമുണ്ടെന്ന് ഇസ്ലാമിന്റെ പ്രവാചകൻ നബി തങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചു. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ വന്നത് ഇങ്ങനെയാണ്, ഒരാൾക്ക് 3 പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായി, എന്നിട്ട് ഫസബറ അലൈഹിന്ന, ആ പെൺകുഞ്ഞുങ്ങളെ വളരെ ക്ഷമയോടുകൂടെയാണ് ആ മനുഷ്യൻ വളർത്തിയെടുത്തത്. വസഖാഹുന്ന, ആ പെൺകുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം കൊടുത്തു. വകസാഹുന്ന, അവർക്ക് ആവശ്യമായ വസ്ത്രം വാങ്ങിക്കൊടുത്തു. കുന്നലഹു ഹിജാബം മിനന്നാർ, എങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഈ പിതാവിന് നരകത്തിൽ നിന്നുള്ള, ഈ മാതാവിന് നരകത്തിൽ നിന്നുള്ള ഒരു മറയായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, സ്ത്രീകളോട് ഇസ്ലാമിന്റെ സമീപനം, പെൺകുഞ്ഞുങ്ങളോട് ഇസ്ലാമിന്റെ സമീപനം വളരെ കൃത്യമാണ്. അവരെ ആദരിക്കേണ്ട നിലക്ക് തന്നെ ഇസ്ലാം ആദരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാം പറയാണ്, ലിംഗഭേദം കൊണ്ടല്ല മനുഷ്യരെ ഔന്നിത്യം ലഭിക്കുന്നത്. ഒരാൾ പുരുഷനായതുകൊണ്ടല്ല അയാൾ മഹാനാകുന്നത്, ഒരാൾ സ്ത്രീ ആയതുകൊണ്ടല്ല അയാൾ ആ പെണ്ണ് അവൾക്ക് മഹത്വം ലഭിക്കുന്നത്. മറിച്ച് ലിംഗഭേദമല്ല ഔന്നിത്യത്തിനുള്ള കാരണം. പിന്നെയോ ഒരാൾ നന്നാകാനും, ഒരാൾക്ക് ഔന്നിത്യം ലഭിക്കാനും, ഒരാൾക്ക് ശ്രേഷ്ഠത ലഭിക്കാനുമുള്ള കാരണം എന്താണ്? ഇസ്ലാം പറയുന്നു, അത് ആ മനുഷ്യന്റെ തഖ്വാബോധമാണ്. ആ മനുഷ്യന്റെ മനസ്സിലുള്ള സൂക്ഷ്മതാബോധമാണ്. നോക്കൂ, അല്ലാഹ് പറയുന്നത്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ, നിങ്ങളെ നാം പടച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വഖബായില, എന്നിട്ട് നിങ്ങളെ ഗോത്രങ്ങളാക്കി, വിവിധ കുടുംബക്കാരാക്കി, അതേപോലെ വിവിധ കക്ഷികളാക്കി, വിവിധ ജനപദങ്ങളാക്കി. എന്തിനാണ് ഇങ്ങനെ നിങ്ങളെ വേർതിരിച്ചത്? എന്തിനാണ് നിങ്ങൾക്ക് തറവാടിത്തം തന്നത്? എന്തിനാണ് വിവിധ കുടുംബങ്ങളാക്കിയത്? ലിതഅറഫു, നിങ്ങളുടെ അഡ്രസ്സിന് വേണ്ടി മാത്രം, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം. നിങ്ങളൊരു കാര്യം അറിയണം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ ജനിച്ചതുകൊണ്ട് ഔന്നിത്യം ലഭിക്കുകയില്ല. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ശ്രേഷ്ഠത കിട്ടുകയില്ല. ഏതെങ്കിലും ഒരു തറവാടിത്വത്തിന്റെ പേര് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അരികിൽ പരിഗണനയില്ല. ഇവിടെ പുരുഷനായി ജനിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, സ്ത്രീയായി ജനിച്ചതുകൊണ്ട് ഇവിടെ അധമത്വവുമില്ല. മറിച്ച് നിങ്ങളിൽ ഏറെ ആദരിക്കപ്പെടുന്നത് റബ്ബിന്റെ അരികിൽ ആദരവ് കിട്ടുന്നത് നിങ്ങളിൽ സൂക്ഷ്മതാബോധമുള്ളവർക്കാണ്. ഇസ്ലാം പഠിപ്പിച്ചു, ലിംഗഭേദമല്ല ഔന്നിത്യത്തിനുള്ള കാരണം, മറിച്ച് സൂക്ഷ്മതാബോധമാണ് ഔന്നിത്യത്തിന്റെ കാരണമെന്നാണ് ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞത്. നോക്കൂ, വിവേചനമില്ല ഇസ്ലാമിൽ. സ്ത്രീയായി എന്നതിന്റെ പേരിൽ ഒരു വിവേചനമില്ല, പുരുഷനായി എന്നതിന്റെ പേരിൽ വിവേചനമില്ല. എല്ലാവർക്കും ഇസ്ലാമിൽ തുല്യ സ്ഥാനമാണുള്ളത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിമാരെ എത്രമാത്രം ആദരിച്ചിരിക്കുന്നു, എത്രമാത്രം ബഹുമാനിച്ചിരിക്കുന്നു. ഒരൊറ്റ സംഭവം മാത്രം ഖുർആനിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുജാദല എല്ലാവർക്കും ഒരുപക്ഷെ പരിചയമുണ്ടാകാം. ചെറിയ അധ്യായങ്ങളിൽ, അതല്ലെങ്കിൽ ഏറ്റവും ചെറിയ അധ്യായമല്ല, എന്നാൽ വലുതുമല്ല, അതിനിടയിലുള്ള ഒരു അധ്യായമാണ് സൂറത്തു മുജാദല. ആ സൂറത്തു മുജാദലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിമാരെ പരിഗണിച്ചതിന്റെ ഒന്നാമത്തെ ഉദാഹരണം ആദ്യത്തെ വചനത്തിൽ തന്നെ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, എന്താണ് ചരിത്രം? ജാഹിലിയ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു വരുമ്പോ അറബികൾക്കിടയിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു.
ഒരു ഭർത്താവിന് തന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യണമെങ്കിൽ ലിഹാർ എന്ന ഏർപ്പാടായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. ത്വലാഖായിരുന്നില്ല. ത്വലാഖ് ഇസ്ലാം പഠിപ്പിച്ചതാണ്. സ്ത്രീയെ വിവാഹമോചനം ചെയ്യാൻ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന സമ്പ്രദായം ലിഹാറായിരുന്നു. എന്താ ലിഹാർ എന്ന് പറഞ്ഞാൽ, തന്റെ ഭാര്യയെ ഒരാൾക്ക് വിവാഹമോചനം ചെയ്യണമെങ്കിൽ ആ ഭാര്യയോട് അയാൾ പറയും, എന്താണ് അയാൾ പറയുന്നത്? അൻതി അലയ്യ കലഹരി ഉമ്മി, ഇന്നു മുതൽ നീ എനിക്ക് എന്റെ ഉമ്മയെ പോലെയാണ്. എന്റെ ഉമ്മയോട് എനിക്ക് സഹശയനം നടത്താൻ പറ്റില്ലല്ലോ, അത് നീചമാണല്ലോ. അതുകൊണ്ട് ഭാര്യയോട് പറയുന്നു അയാൾ, ഇന്നു മുതൽ എന്റെ ഉമ്മയെ പോലെയാണ് നീ എനിക്ക്, എന്റെ ഉമ്മയുടെ മുതുക് പോലെയാണ് നീ എനിക്ക്. അതുകൊണ്ട് ഇന്നു മുതൽ നിന്നോട് പ്രത്യേകിച്ചൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് ലിഹാർ ചെയ്യുന്ന ഏർപ്പാടായിരുന്നു ത്വലാഖിന് പകരം ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ നിലനിന്നിരുന്നത്. ഇത് അവരുടെ സമ്പ്രദായം. അങ്ങനെയിരിക്കെ നോക്കൂ നിങ്ങൾ, ഔസ് ബിൻ സാമിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ, വൃദ്ധനായ സഹോദരൻ, തന്റെ വീട്ടിലേക്ക് ഒരു സുപ്രഭാതത്തിൽ കടന്നു വരുന്നു. തന്റെ ഭാര്യ ഖൗലയാണ്. ഖൗല റളിയല്ലാഹു അൻഹ പറഞ്ഞ എന്തോ ഒരു വർത്തമാനം വൃദ്ധനായി സ്വഭാവങ്ങളിൽ മാറ്റം വന്ന് ഔസിന് പിടിച്ചില്ല. ഉടൻ തന്നെ ഔസ് തന്റെ ഭാര്യയോട് പറഞ്ഞു, അൻതി അലയ്യ കലഹരി ഉമ്മി, ഇന്നു മുതൽ നീ എനിക്ക് എന്റെ ഉമ്മയെ പോലെയാണ്. നിന്നോട് എനിക്ക് ബന്ധമില്ല. ദേഷ്യം വന്നപ്പോ പറഞ്ഞു പോയതായിരുന്നു. ദേഷ്യമൊക്കെ ഇറങ്ങി അദ്ദേഹത്തിന്റെ ആ സാധാരണ അവസ്ഥയിലെത്തിയപ്പോ അദ്ദേഹത്തിന് തോന്നി, ഞാൻ പറഞ്ഞത് അപരാധമായി പോയി. ഭാര്യയോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ പറഞ്ഞ വാക്കിൽ നിന്ന് ഞാൻ മടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ ലിഹാർ ചെയ്തിട്ടില്ല, അതെനിക്ക് കോപം വന്നപ്പോ പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഖൗലാ ബീവിയുടെ അരികിൽ വന്നുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവ് ഖേദം പ്രകടിപ്പിക്കുമ്പോ അതാ സഹോദരി പറയുന്നു, ഇല്ല, എനിക്കത് അംഗീകരിക്കാനാകില്ല. ഇസ്ലാമിൽ ഇതിന്റെ വിധി എന്തെന്ന് എനിക്കറിയണം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇതിനെ സംബന്ധിച്ച് എന്താണ് പറയുന്നതെന്ന് എനിക്കറിയണം. അതാ നബി തങ്ങളുടെ മജ്ലിസിൽ ഖൗല റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്, അല്ലാഹുവിന്റെ ദൂതരെ, ഔസ് എന്നെ ലിഹാർ ചെയ്തിരിക്കുന്നു, എന്റെ ഭർത്താവ് എന്നെ ലിഹാർ ചെയ്തിരിക്കുന്നു. എന്നെ വിവാഹം കഴിക്കുമ്പോ ഞാനൊരു യുവതിയായിരുന്നു, സൗന്ദര്യമുണ്ടായിരുന്നു. ഇന്ന് ഞാൻ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു, എനിക്ക് ധാരാളം മക്കളുമുണ്ട്. എന്റെ വർത്തമാനവും എന്റെ സമീപനവും എന്റെ ഭർത്താവിന് പിടിക്കുന്നില്ല. ഇതാ എന്നെ ലിഹാർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഖേദവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വിഷയത്തിൽ എന്ത് തീരുമാനമാണ് അല്ലാഹുവിന്റെ ദൂതരെ അങ്ങേക്ക് പറയാനുള്ളത്? പറയൂ പ്രവാചകരെ. അദ്ദേഹത്തിന് ഖേദപ്രകടനം നടത്തിയ സ്ഥിതിക്ക് ഇനി എന്നെ അദ്ദേഹത്തിന് അനുവദനീയമാകുമോ? ഞങ്ങളുടെ ബന്ധം തുടരാനാകുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ നബി തങ്ങൾ പറയുന്നു, ഇല്ല ഖൗല, സഹോദരി, നിങ്ങളുടെ വിഷയത്തിൽ പ്രത്യേകമായ ഒരു വഹയും എനിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നിന്റെ ഭർത്താവിന് നീ നിഷിദ്ധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പ്രതികരിക്കുകയാണ്. ആ ഭാര്യയുടെ മനസ്സിൽ, ഖൗലയുടെ മനസ്സിൽ, സഹോദരിയുടെ മനസ്സിൽ വല്ലാത്ത ദുഃഖം. എന്റെ ഭർത്താവിന് ഞാൻ നിഷിദ്ധമാകുകയോ പ്രവാചകരെ? എന്നെ ലിഹാർ ചെയ്തിട്ടല്ലേ ഉള്ളൂ, എന്നെ ത്വലാഖ് ചെയ്തിട്ടില്ലല്ലോ നബിയെ. അതുകൊണ്ട് എങ്ങനെയാണ് എന്റെ ഭർത്താവിന് ഞാൻ നിഷിദ്ധമാകുന്നത്? അങ്ങ് പറയണം നബിയെ. അതാ വ്യസനഭാരത്തോടുകൂടെ അല്ലാഹുവിന്റെ പ്രവാചകനോട് തർക്കിക്കുന്നു, നബിയെ, എന്തെങ്കിലും ഒരു ഇളവ് ലഭിക്കുമോ? ഈ വിഷയത്തിൽ ഒരു ഇളവ് ലഭിക്കുമോ നബിയെ? എനിക്ക് ഒരുപാട് കുഞ്ഞുമക്കളുണ്ട്, ഞാൻ വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് നബിയെ, ഞാൻ എന്ത് ചെയ്യണം? ഒന്നും അറിയാതെ വേവലാതിപ്പെടുന്ന ഒരു സഹോദരിയുടെ മനസ്സിന്റെ വേദന ഒന്ന് ചിന്തിച്ചു നോക്കൂ. വാർദ്ധക്യത്തിലെത്തിയ സഹോദരി, ധാരാളം കുഞ്ഞുങ്ങളുമുണ്ട്. ഭർത്താവ് ഉപേക്ഷിച്ചാൽ ഉണ്ടാകുന്ന വേദന അവിടെ വെച്ചതാ ആ സ്ത്രീ റബ്ബിങ്കലേക്ക് കൈമലർത്തുന്നു, അല്ലാഹുവിങ്കലേക്ക് കൈമലർത്തുന്നു, പരാതി പറയുന്നു റബ്ബിനോട്, അല്ലാഹുവേ, ഞാൻ ഒറ്റപ്പെടുന്നതിന്റെ വിഷമമുണ്ട്, ഞാൻ ഒറ്റപ്പെടുന്നതിന്റെ വിഷമമുണ്ട്. എന്റെ ഭർത്താവിനോട് ഞാൻ വേർപിരിയുന്നതിന്റെ വേദനയും എന്റെ മനസ്സിലുണ്ട്. അല്ലാഹുവേ, ഞാൻ നിന്നിലേക്ക് സങ്കടപ്പെടുകയാണ്. ഒറ്റപ്പെടുന്നതിന്റെ വിഷമവും ഭർത്താവിൽ നിന്ന് വേർപിരിയുന്നതിന്റെ ബേജാറും അതിലപ്പുറം എനിക്കൊരുപാട് കൈക്കുഞ്ഞുങ്ങളുണ്ട്, പറക്കമുറ്റാത്ത കുഞ്ഞുമക്കൾ. ആ കുഞ്ഞുമക്കളെ എന്റെ ഭർത്താവിന്റെ കൂടെ അയച്ചാൽ ആ മക്കൾ പാഴാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്റെ കൂടെയാണ് ആ മക്കൾ കഴിഞ്ഞുകൂടുന്നതെങ്കിൽ അവര് പട്ടിണി കിടക്കേണ്ടി വരും, വിശക്കേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ വേവലാതി ഒന്ന് പരിഗണിച്ച്
എന്റെ പ്രശ്നമൊന്ന് പരിഗണിച്ച് എന്റെ സങ്കടത്തിന് പരിഹാരം നൽകണമെന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് വേവലാതിപ്പെടുന്ന ഒരു സഹോദരിയുടെ മനസ്സ് നോക്കൂ സഹോദരിമാരെ, നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഈ സംഭവം ഖുർആനിലെ സൂറത്ത് മുജാദലയിലെ 1-ാമത്തെ വചനം അത് അവതരിക്കാനുണ്ടായ കാരണം എക്കാലഘട്ടത്തിലും സഹോദരിമാർ ഓർക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അതാ 7 ആകാശങ്ങൾക്കപ്പുറത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വേവലാതിപ്പെടുന്ന ഒരു സഹോദരിയുടെ മനസ്സ് വായിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശ്നത്തിന് പരിഹാരം നൽകുന്നു. തന്റെ പ്രവാചകന് അതാ വഹി ഇറക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മുജാദലയുടെ 1-ാമത്തെ വചനം തന്നെ ഇങ്ങനെയാണ്: ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകീ ഇലല്ലാഹി വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. ഖദ് സമിഅ അല്ലാഹ്, അല്ലാഹു കേട്ടിരിക്കുന്നു. ഖൗലല്ലതി, ഒരു പെണ്ണിന്റെ വാക്ക്, ഒരു സഹോദരിയുടെ വാക്കല്ല കേട്ടിട്ടുണ്ട്. അവൾ ആരാണ്? തുജാദിലുക, നിങ്ങളോട് അവലാതിപ്പെടുന്ന, നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന നബിയെ, നിങ്ങളോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ വാക്ക് അല്ല കേട്ടിരിക്കുന്നു. വതഷ്തകീ ഇലല്ലാഹ്, അവൾ അല്ലാഹുവിലേക്ക് അവലാതിപ്പെടുകയും ചെയ്യുന്നു. അവളുടെ വാക്കല്ല കേട്ടിരിക്കുകയാണ്. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും സംഭാഷണം അല്ലാഹു കേട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നല്ലാഹ സമീഉൻ ബസീർ, അല്ല എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. നോക്കൂ, അതിൽ പരിഹാരം നൽകുന്നു. ഇസ്ലാം പരിഹാരം നിർദ്ദേശിക്കുന്നു. ലിഹാർ ചെയ്താൽ വിവാഹമോചനമാകില്ലെന്ന നിയമമാണ് പിന്നീട് ഖുർആനിൽ അവതരിക്കുന്നത്. സ്ത്രീകളുടെ ഏത് വിഷയവും ഇസ്ലാം പരിഗണിച്ചിട്ടേ ഉള്ളൂ. സ്ത്രീകളെ ഇസ്ലാം ആദരിച്ചിട്ടേ ഉള്ളൂ. സ്ത്രീകളെ ഇസ്ലാം ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. ഒരു നിലക്കും സ്ത്രീകളെ അനാദരിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഒരു പെണ്ണ്, ഒരു സഹോദരി സമൂഹത്തിൽ ഏതെല്ലാം പദവികൾ അലങ്കരിക്കേണ്ടവളാണ്? പല പദവികൾ അലങ്കരിക്കേണ്ടവളല്ലേ? ഉമ്മയാകേണ്ടവളല്ലേ? ഉമ്മയെ ഇസ്ലാം ആദരിച്ചില്ലേ? ഉമ്മയാകുമ്പോൾ ആ ഉമ്മയെ ഇസ്ലാം ബഹുമാനിച്ചില്ലേ? ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിൽ വന്നിട്ട് ഒരരിമ ശിഷ്യന്റെ ചോദ്യമാണ്: നബിയേ, എനിക്കൊരു സംശയമുണ്ട് നബിയേ. മൻ അഹഖുന്നാസി ബിഹുസ്നി സ്വഹാബതി, അള്ളാഹുവിന്റെ ദൂതരെ, ജനങ്ങളിൽ വെച്ച് എന്റെ നല്ല സഹവാസത്തിന് ഏറ്റവും അവകാശമുള്ളത് ആരാണ് നബിയേ? ചോദ്യം മനസ്സിലായോ? ജനങ്ങളിൽ വെച്ച് ഞാൻ ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത് ആരോടാണ് നബിയേ? അള്ളാഹുവിന്റെ റസൂല് മറുപടി കൊടുക്കുന്നു: കാല ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. സ്വഹാബിയുടെ വീണ്ടും ആവർത്തിച്ചുള്ള ചോദ്യം: സുമ്മമൻ, പിന്നെ ആരോടാണ് നബിയേ? അതാ റസൂലുള്ള മറുപടി കൊടുക്കുന്നു. അവിടുന്ന് മറുപടി കൊടുക്കുകയാണ്: ഉമ്മുക, നിന്റെ ഉമ്മയോട് തന്നെ. വീണ്ടും സഹാബി ചോദിക്കുന്നു: സുമ്മമൻ, പിന്നെ ആരോടാ നബിയേ? കാല ഉമ്മുക, നിന്റെ മാതാവിനോട് തന്നെ. 3 പ്രാവശ്യവും ഉമ്മയെ സംബന്ധിച്ച് പറഞ്ഞിട്ട് 4ാമത്തെ ചോദ്യമാണ് അനുചരന്റെ ചോദ്യം: സുമ്മമൻ, പിന്നെ ആരോടാണ് നബിയേ? കാല അബൂക, പിന്നെ നിന്റെ ഉപ്പയോടാണെന്നാണ് റസൂല് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഒരു മാതാവിന്റെ പ്രത്യേകത, ഒരു മാതാവിന്റെ സവിശേഷത. മാതാവാണെങ്കിൽ ആ മാതാവിനെ ഇസ്ലാം ആദരിച്ചു. ഇനി ഒരു ഭാര്യയാകേണ്ടവളല്ലേ ഒരു പെണ്ണ്? ഭാര്യയാകേണ്ടവളാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ ആ ഭാര്യയെയും ഇസ്ലാം ആദരിച്ചിട്ടുണ്ട്. ഭാര്യയ്ക്ക് ഇസ്ലാമിൽ ചിലവിന് കൊടുക്കേണ്ട, മക്കൾക്ക് ചിലവിനുണ്ടാക്കേണ്ട, ജീവിതത്തിന്റെ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഭാര്യയെ ഇസ്ലാം ഏൽപ്പിച്ചില്ല. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഭർത്താവിനെ സഹായിക്കാൻ ജോലിക്ക് പോകാം, പക്ഷേ അത് നിർബന്ധമല്ല. സാമ്പത്തിക ഭാരം ഒരു പെണ്ണിന്റെ മേൽ ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല. മറിച്ച് ഭർത്താക്കന്മാരോട് ഇസ്ലാം പറഞ്ഞു: നിങ്ങളുടെ ഭാര്യമാർക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ, സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളത് പുരുഷന്മാർക്കാണ്. എന്തുകൊണ്ടാ നിയന്ത്രണാധികാരമുള്ളത്?
എന്തുകൊണ്ടാ സ്ത്രീകളെ പുരുഷന്മാര് നിയന്ത്രിക്കേണ്ടത്? ബിമാ ഫല്ലലല്ലാഹു ബഅലഹും അലാ ബഅൽ, അവരിൽ ചിലർക്ക് ചിലരേക്കാൾ അല്ലാഹു ശ്രേഷ്ഠത നൽകിയതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമതല്ല പറയുന്നു വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, ആ സ്ത്രീകൾക്ക് ആ പുരുഷന്മാര് അവരുടെ സമ്പത്തിൽ നിന്ന് ചിലവിന് കൊടുക്കേണ്ടതിനാൽ, ചിലവഴിക്കേണ്ട ഉത്തരവാദിത്വം പുരുഷനായതിനാൽ സ്ത്രീകളുടെ അധികാരം പുരുഷന്മാർക്കാണ്. ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പുരുഷന്മാരോട്, ഭർത്താക്കന്മാരോട് നബി പറഞ്ഞില്ലേ, നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്തോളണം, നിങ്ങൾ ഉടുക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് വസ്ത്രം കൊടുത്തോളണം, നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് അടിക്കരുത്, ഭാര്യയോട് ചീത്ത പറയരുത്, ഭാര്യയെ അപമാനിക്കരുത്, ഭാര്യയെ വീട്ടിലല്ലാതെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്, കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തുമ്പോൾ അത് വീട്ടിൽ വെച്ചാകണം. എല്ലാ നിയമങ്ങളും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചപ്പോ ഒരു ഉത്തരവാദിത്വവും ഒരു പെണ്ണിനെ, ഒരു ഭാര്യയെ ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ സാമ്പത്തിക ഭാരം പെണ്ണിന്റെ മേലല്ലെന്നാ ഇസ്ലാം പറഞ്ഞത്. ആദരിക്കുകയല്ലേ ചെയ്തത്. ഇനിയോ ഒരു സഹോദരി വിവാഹം കഴിഞ്ഞിട്ടില്ല, വിധവയാണ്, വിവാഹാന്വേഷണങ്ങൾ വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ആ കുട്ടിയുടെ ഉപ്പക്കോ അതല്ലെങ്കിൽ ആ പെൺകുടിയുടെ വിധവയുടെ, അതല്ല ആ പെൺകൊടിയുടെ കന്യകയുടെ, ആ കന്യകയായ പെൺകൊടിയുടെ വിവാഹം കഴിയാത്ത പെൺകൊടിയുടെ വലിയന് ഇഷ്ടമുള്ളവരുടെ കൂടെ ആ പെണ്ണിനെ വിവാഹം ചെയ്തയക്കാനുള്ള പെർമിഷൻ ഇസ്ലാം ആ വലിയന് നൽകുന്നില്ല, അതല്ലെങ്കിൽ ഉപ്പക്ക് നൽകുന്നില്ല. മറിച്ച് ആ പെൺകൊടിയോട് അന്വേഷിക്കണം, ഇന്നയാളുടെ കൂടെ നിന്നെ വിവാഹം ചെയ്യാൻ ഞാൻ തീരുമാനിക്കുന്നു, നിന്റെ അഭിപ്രായം എന്ത്, നിന്റെ തീരുമാനമെന്ത്? ആ പെൺകൊടി അനുവാദം നൽകണം. ഒരുപക്ഷെ അവൾക്ക് പറയാൻ മടിയുണ്ടായിരിക്കാം, എങ്കിൽ അവളുടെ അനുവാദം സുകൂത്തുഹാ, ഉപ്പയത് ചോദിക്കുമ്പോ, വലിയത് ചോദിക്കുമ്പോ അവൾ മൗനം ദീക്ഷിച്ചാൽ, മിണ്ടാതിരുന്നാൽ അത് അവളുടെ പെർമിഷനായി കണക്കാക്കി അവളെ വിവാഹം ചെയ്തു കൊടുത്തോളണം. ഇനി ഒരു വിധവയാണ് വിവാഹം ചെയ്യുന്നതെങ്കിൽ അപ്പോഴും വലിയ ഇഷ്ടമുള്ളവരുടെ കൂടെ വിവാഹം ചെയ്തയക്കാൻ പറ്റുമോ? ഇല്ല. വിധവയോട് അന്വേഷിക്കണം, കൂടിയാലോചിക്കണം. വിധവയാണെങ്കിൽ അവൾ തുറന്ന് പറയണം, എനിക്കിഷ്ടമാണെന്ന് പറയണം, അതല്ല ഇഷ്ടമല്ലെങ്കിൽ അത് പറയണം, എങ്കിലേ അവളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റൂ. നോക്കൂ, സ്ത്രീ സമൂഹത്തെ ആദരിച്ചതിന്റെ ഉദാഹരണങ്ങളാ പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, സ്വത്തവകാശത്തിനുള്ള അനന്തര സ്വത്തിൽ നിന്നുള്ള വിഹിതം അതാ ഇസ്ലാം സ്ത്രീകൾക്കും കൃത്യമായി അനുവദിച്ചു കൊടുത്തു. ഇസ്ലാം ആദരിച്ചു. ചില ആളുകൾ പറയാറുണ്ട്, എന്തേ ഇസ്ലാം പുരുഷന്റെ പകുതിയല്ലേ പെണ്ണിന് കൊടുത്തത്, അത് പെണ്ണിനെ അപമാനിച്ചതല്ലേ, പെണ്ണിനെ അനാദരിച്ചതിന്റെ ഉദാഹരണമല്ലേ? ശരിക്കും മനസ്സിലാക്കണം സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് വരുന്ന കാലഘട്ടത്തിൽ സ്ത്രീക്ക് സ്വത്തവകാശമില്ല. നബിതങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അനന്തരാവകാശം നിഷേധിക്കപ്പെട്ടു. അന്ന് കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരൻ, പെണ്ണുങ്ങൾക്ക് അനന്തര സ്വത്ത് അവിടെ നൽകപ്പെട്ടിരുന്നില്ല. മഹാനായ നബി തങ്ങൾ വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഖുർആനിന്റെ വചനങ്ങൾ ഓതിയിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല, അനന്തരാവകാശികളുടെ സ്വത്ത് അത് എല്ലാവർക്കും നൽകണം, എല്ലാവർക്കും അതിൽ നിന്നൊരു വിഹിതം കൊടുക്കണം. അതുകൊണ്ട് ഖുർആൻ അതാ തിരുത്തുന്നു അവരുടെ സമീപനം. ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂന മിമ്മാ ഖല്ല ഔ കസുറ നസീബം മഫ്റൂദാ. ലിർരിജാലി പുരുഷന്മാർക്കുണ്ട്, നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ അടുത്ത ബന്ധുക്കളും മാതാപിതാക്കളും ഉപേക്ഷിച്ചു പോയ സമ്പത്തിൽ അവർക്കൊരു വിഹിതമുണ്ട്. വലിന്നിസായി സ്ത്രീകൾക്കുമുണ്ട് നസീബുൻ ഒരു വിഹിതമുണ്ട്. ഏത്? മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂന അടുത്ത ബന്ധുക്കളും മാതാപിതാക്കളും ഉപേക്ഷിച്ചു വെച്ച അനന്തര സ്വത്തിൽ സ്ത്രീകൾക്കും ഒരു കൃത്യമായ വിഹിതമുണ്ട്. അത് നസീബ് മിമ്മാ ഖല്ല ഔ കസുറ, അത് കുറഞ്ഞതാകട്ടെ കൂടുതലാകട്ടെ, നസീബം മഫ്റൂദാ അത് നിർബന്ധമായ വിഹിതമാണ്, അതിൽ വീഴ്ച വരുത്തിക്കൂടാ. ഇസ്ലാം പഠിപ്പിച്ചു. പിന്നെ പെണ്ണിനെന്തേ പകുതി കൊടുത്തത്? പെണ്ണിനെന്തേ പുരുഷന്റെ പകുതി കൊടുത്തത്? പെണ്ണിന് കിട്ടുന്ന സമ്പത്ത് ഫ്രീ ആണ്. അനന്തര സ്വത്തിൽ നിന്ന് പെണ്ണിന് കിട്ടുന്നത് പോക്കറ്റ് മണിയാണ്.
ഒരാൾക്കും കൊടുക്കേണ്ടതില്ല. ഒന്നും ചിലവഴിക്കാനുള്ള അവകാശവും ചിലവഴിക്കാനുള്ള ബാധ്യതയും അവൾക്കില്ല. മക്കൾക്ക് കൊടുക്കേണ്ടത് അവളുടെ ബാധ്യതയല്ല, ഭർത്താവിന് കൊടുക്കേണ്ടത് അവളുടെ ബാധ്യതയല്ല. കിട്ടുന്നത് പോക്കറ്റ് മണിയാണ്. എന്നാൽ പുരുഷൻ എങ്ങനെയല്ല. പുരുഷന് പെണ്ണിന്റെ ഡബിൾ കൊടുത്തത് എന്തിനാണ്? അതല്ലെങ്കിൽ പെണ്ണിനേക്കാൾ കൂടുതൽ കൊടുത്തത് എന്തിനാണ്? കുടുംബത്തിന്റെ സാമ്പത്തിക ഭാരം പുരുഷന്റെ ചുമലിലാണ്. നീതിയോടുകൂടെ ഇസ്ലാം ഈ വിഷയം സംസാരിച്ചുള്ളൂ. ഏത് മേഖലയിൽ എടുത്തു നോക്കൂ സഹോദരിമാരെ, നിങ്ങളെ ആദരിക്കുക മാത്രമേ ഈ ദീന് ചെയ്തിട്ടുള്ളൂ. എല്ലാം സുരക്ഷിതത്വത്തിന്റെ നിയമങ്ങളാണ്. വസ്ത്രധാരണം പോലും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. സുരക്ഷിതത്വമാണ് പെണ്ണിന് നൽകുന്നത്. ഓ സഹോദരി, നിന്റെ ശരീരം അത് കണ്ട പുരുഷന്മാർക്ക്, നാട്ടിലുള്ള പുരുഷന്മാർക്ക് കൊത്തിവലിക്കാനുള്ളതല്ല. നീ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ മറ്റുള്ള പുരുഷന്മാര് നോക്കി ആസ്വദിക്കാനുള്ളതല്ല നിന്റെ ശരീരം. നിനക്ക് റബ്ബ് തന്ന ശരീരം, നിന്റെ അംഗലാവണ്യം, നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം, അത് നിന്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് നിന്റെ റബ്ബല്ലേ ഈ സൗന്ദര്യം നൽകിയത്. ആ റബ്ബ് തന്ന സൗന്ദര്യം റബ്ബ് പറഞ്ഞവരുടെ മുമ്പിലേ നീ പ്രദർശിപ്പിക്കാവൂ. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വരുമ്പോ നിന്റെ ശരീരം നീ മറച്ചോളണം. എന്തൊരു സുന്ദരമായ നിയമങ്ങളാണിത്. പെണ്ണ് ആക്രമിക്കപ്പെടാതിരിക്കാനാണ് ഈ നിയമം പെണ്ണിന്റെ മുമ്പിൽ. അതല്ലെങ്കിൽ സഹോദരിമാരോട് ഇസ്ലാം പറഞ്ഞത്. വസ്ത്രം ധരിക്കുമ്പോൾ ഓരോ നിയമവും സഹോദരിമാർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുത്തു. വെറുതെ എന്തെങ്കിലും വാരിയെടുത്താൽ പോരാ, എന്തെങ്കിലും വല്ല തുണിക്കഷ്ണവും ശരീരത്തിൽ അണിഞ്ഞാൽ പോരാ, ഏതെങ്കിലും വൃത്തികെട്ട ഫാഷന്റെ പിന്നിലൂടെയുമല്ല ഒരു മുസ്ലിം പെണ്ണ് പോകേണ്ടത്. മറിച്ച് അവൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്? അയ്യകൂന ഫളുഫാലൻ, അവളുടെ വസ്ത്രം ശരീരത്തിൽ ലൂസുള്ള വസ്ത്രമാകണം. ഗൈറ ലയ്യിഖിൻ, കുടുസമുള്ളതാകരുത്. ഇസ്ലാമിന്റെ നിയമമാണ്. ശരീരത്തിന്റെ അംഗലാവണ്യം കാണിക്കുന്ന, ശരീരത്തിന്റെ ആകൃതി കാണിക്കുന്ന ടൈറ്റായ ഡ്രസ്സ് ഒരു മുസ്ലിം പെണ്ണ് ധരിച്ചുകൂടാ. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഭർത്താക്കന്മാരെ. എനിക്കുള്ളതാണ് നിന്റെ സൗന്ദര്യം, അത് മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ ഞാൻ അവസരമുണ്ടാക്കാൻ പാടില്ല. അത് തിരിച്ചറിയാൻ ഭർത്താക്കന്മാർക്ക് കഴിയണം. ശരീരത്തിന്റെ ആ നഗ്നത, അതല്ലെങ്കിൽ അതിന്റെ ആകൃതി മറ്റുള്ളവർക്ക് കണ്ട് അവരുടെ മനസ്സിൽ സന്തോഷം വരാൻ അതൊരു കാരണമാകാൻ ഇടയാകരുത്. അങ്ങനെ ഒരു കാരണമുണ്ടാക്കരുത്. അതുകൊണ്ട് ഇടുങ്ങിയ ഡ്രസ്സ് ധരിച്ചുകൂടാം. അതേപോലെ ഇസ്ലാം പറയുന്നു, ആ ഡ്രസ്സ് ധരിക്കുമ്പോ ലൂസുള്ളതാണെങ്കിൽ പോലും നേർത്തത് ധരിക്കരുത് സഹോദരി. നിന്റെ തലമുടി കാണുന്ന നേർത്ത തട്ടം നീ ധരിച്ചു പോകരുത്. നിന്റെ ശരീരത്തിന്റെ നിറം കാണുന്ന പർദ്ദ നീ ധരിച്ചു പോകരുത്. അങ്ങനെയുള്ള വസ്ത്രങ്ങൾ നീ ധരിച്ചു പോകരുത്. അത് ധരിച്ചാൽ റബ്ബിന്റെ ക്രോധമാണ്, റബ്ബിന്റെ ശാപമാണ് നിനക്ക് കിട്ടാനിരിക്കുന്നത്. വസ്ത്ര സാംസ്കാരിക രംഗത്ത് ലക്കും ലഗാനുമില്ലാത്ത ആധുനിക കാലഘട്ടത്തിൽ നമ്മളേറെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. നോക്കൂ, നിങ്ങൾ നേർത്തത് ധരിക്കാൻ പാടില്ല. പിന്നെയോ ഇസ്ലാം പറഞ്ഞു, ഒരു പെണ്ണ്, ആ പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ സുഗന്ധദ്രവ്യം ഉപയോഗിക്കരുത്. സുഗന്ധദ്രവ്യം, പെർഫ്യൂംസ് ആ പെണ്ണ് വീട്ടിലല്ലാതെ ഉപയോഗിക്കരുത്. ഭർത്താവിന്റെ റൂമിലെ ആ പെണ്ണിന് അത് ഉപയോഗിക്കാൻ പാടൂ. എന്തേ അങ്ങനെ പറഞ്ഞത്? അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ അവരുടെ സുഗന്ധം ഒരു പുരുഷൻ ആസ്വദിച്ചിട്ട് അവളിൽ ആഗ്രഹം വരാൻ അതൊരു കാരണമായി കൂടാ. വ്യഭിചരിക്കരുതെന്നല്ലോ ഇസ്ലാം പറഞ്ഞത്. വ്യഭിചാരത്തിന്റെ കവാടം അങ്ങ് കൊട്ടിയടക്കുകയാ ചെയ്തത്. വ്യഭിചാരം ഉണ്ടാകാനുള്ള, കുടുംബജീവിതം തകരാനുള്ള കാരണങ്ങൾ, അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനായി ഇസ്ലാം പറഞ്ഞത്. ആ കാരണങ്ങളുടെ കടക്കൽ അങ്ങ് കൊണ്ടുപോയി കത്തിവെച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അയ്യുമംറഅത്തിൻ, ഏതൊരു പെണ്ണാകട്ടെ, ഇദസ്തഅതറത്, അവൾ സുഗന്ധദ്രവ്യം ഉപയോഗിച്ചിട്ട്, സുമ്മമറത്ത്, പിന്നെ അവൾ നടന്നുപോയി, അലാ ഖൗമിൻ, ഒരു വിഭാഗം ജനതയുടെ അരികിലൂടെ, ലിയജിദൂ റീഹഹാ, അവളുടെ ശരീരത്തിന്റെ ആ സുഗന്ധം ആ ജനത ആസ്വദിക്കാനാണ് അവൾ അത് ചെയ്തതെങ്കിൽ അവളുടെ വിധിയാണ് നബി തങ്ങൾ പറഞ്ഞത്. അവൾ ആരാണ്? അവളൊരു മുസ്ലിമത്തായ ശരിയായ പെണ്ണല്ല. ഫഹിയ സാനിയ, അവളൊരു വേശ്യയാണെന്നാണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്. നമ്മൾ ചിന്തിക്കാറുണ്ടോ? അത് ഗൾഫിൽ നിന്ന് അത്തർ കൊടുത്തയക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇത്
ഭാര്യമാർക്ക് പെർഫ്യൂം വാങ്ങിക്കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് സൽക്കാരത്തിനും കല്യാണത്തിനും ഒക്കെ പോകുമ്പോ അടിച്ചു വീശുന്ന സുഗന്ധദ്രവ്യം ഉപയോഗിച്ച് ഇറങ്ങിപ്പോകുന്ന സഹോദരിമാരെ, റബ്ബിന്റെ ക്രോധത്തിനും റബ്ബിന്റെ ശാപത്തിനുമല്ലേ നിങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നത്? എന്തേ ചിന്തിക്കാത്തത്? എന്തേ ആലോചിക്കാത്തത്? വ്യഭിചാരം വരാതിരിക്കാനുള്ള കാരണങ്ങളാ പറയുന്നത്. നോക്കൂ, ഇസ്ലാം പറയുന്നു, ഒരു പെണ്ണ് വസ്ത്രം ധരിക്കുമ്പോ പുരുഷന്റെ വസ്ത്രത്തോട് സാദൃശ്യമുണ്ടാകരുത്. ഒരു പുരുഷൻ വസ്ത്രം ധരിക്കുമ്പോ പെണ്ണിന്റെ വസ്ത്രത്തോട് സാദൃശ്യം വരരുത്. ഇസ്ലാം പറഞ്ഞതാണ്. ലഅന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതൻ ശപിച്ചിരിക്കുന്നു. ആരെയാ ശപിച്ചതെന്നറിയുമോ? ആരെയാ ശപിച്ചത്? അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാഇ, സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്ന, സ്ത്രീകളുടെ വസ്ത്രത്തോട് സാദൃശ്യം പുലർത്തുന്ന പുരുഷന്മാരെ. സ്ത്രീകളുടെ വസ്ത്രത്തോട് എങ്ങനെ പുരുഷന്മാര് സാദൃശ്യം പുലർത്താം? സ്ത്രീകൾക്ക് നെരിയാണിയുടെ താഴെ വസ്ത്രം ധരിക്കാൻ ഇസ്ലാം അനുവാദം കൊടുത്തിട്ടുണ്ട്. പുരുഷൻ വസ്ത്രം ധരിച്ചാൽ അത് പെണ്ണിനോടുള്ള സാദൃശ്യമാണ്, അവന് ശാപമുണ്ട്. പെണ്ണ് ധരിക്കുന്ന ഒരു വസ്ത്രത്തോട് സാദൃശ്യം വരുന്ന ഒരു വസ്ത്രം ഒരു പുരുഷൻ ധരിച്ചാൽ, അത് ഏത് വസ്ത്രമാകട്ടെ, അയാൾക്ക് ശാപമുണ്ട്. ഒരു പുരുഷൻ ധരിക്കുന്നതിനോട് സാദൃശ്യമുള്ള വസ്ത്രം ഒരു പെണ്ണ് ധരിച്ചാൽ അവൾക്കും ശാപമുണ്ട്. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അല്ലേ? ജീൻസും പാൻസും ഒക്കെ ഒന്ന് ഇപ്പം, അതേപോലെ ബനിയനും ടീഷർട്ടും ഷർട്ടും ഒക്കെ ഒന്ന് പെണ്ണുങ്ങൾ ധരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇല്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ധരിക്കുന്ന കോളേജിലേക്ക് പോകുന്ന ഒരു പെൺകുടി ഉണ്ടാകരുത്. നമുക്ക് ഇസ്ലാമിന്റെ സംസ്കാരം വേണം. നമുക്ക് തലമറക്കാത്ത പെൺകുട്ടികൾ ഉണ്ടാകരുത്. അത് ആധുനിക ഫാഷനല്ല. അത് പറയാനുള്ള ആർജവം രക്ഷിതാക്കൾക്ക് വേണം. അത് പറയാനുള്ള കരുത്ത് നമുക്ക് വേണം. നമുക്കൊരു സംസ്കാരമുണ്ട്, നമുക്കൊരു കൾച്ചറുണ്ട്. അതിലപ്പുറത്തേക്ക് കടന്നു പോകരുത്. അല്ലേ? ഒരു മുസ്ലിം സഹോദരിയോട് ഒരു പിതാവ് പറഞ്ഞു, മോളെ, നീ ഹാഫ് കൈ ധരിക്കുന്നത് ശരിയല്ല, അത് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ആ പെൺകുടിക്ക് ദീനറിയില്ല. ആ പെൺകുടി ഉപ്പയോട് ചോദിക്കുന്നു, എന്താണ് എന്റെ ഉപ്പ പറയുന്നത്? ഞാനൊരു ഹാഫ് കൈ ധരിക്കുന്നതും ഇസ്ലാമിന് എതിരാണോ? അതും റബ്ബിന് എതിരാണോ? അതും അല്ലാഹ്ക്ക് ഇഷ്ടമില്ലെന്നാണോ പറയുന്നത്? എന്തൊരു അപരിഷ്കൃത നിയമമാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് തിരിച്ചു ചോദിക്കുന്ന പെൺകുടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരുത്തി കൊടുക്കണം. അല്ലേ? നമ്മൾ തിരുത്തി കൊടുക്കണം. വസ്ത്രധാരണ രംഗത്ത് സൂക്ഷ്മത പുലർത്താൻ നമ്മൾ പറയണം നമ്മുടെ മക്കളോട്. ഇസ്ലാമിന്റെ കൾച്ചർ പാലിക്കാൻ പറയണം. ഇല്ലെങ്കിൽ ഒരു നാൾ നമ്മുടെ പെൺകൊടി നമുക്ക് നഷ്ടമായേക്കാം. ഒരു നാൾ നമ്മുടെ കുട്ടികളുടെ സംസ്കാരം നമുക്ക് നഷ്ടമായേക്കാം. എത്രയോ ഉപ്പമാര് വല്ലാതെ വേദനിക്കുന്നു, വല്ലാതെ മനസ്സു നൊമ്പരപ്പെടുന്നു. പെൺകുട്ടികൾ ആരുടെയൊക്കെയോ കൂടെ ഇറങ്ങിപ്പോകുന്നു. ഇന്ന് ഈ സമുദായത്തിന്റെ ദുരന്തമാണത്. ഇസ്ലാമിന്റെ സംസ്കാരം വലിച്ചെറിഞ്ഞതിന്റെ ദുരന്തമാണത്. അതുകൊണ്ട് ഓർക്കണം, നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം തന്നെ ഇസ്ലാം പറഞ്ഞു, പെണ്ണിന് സുരക്ഷിതത്വത്തിന്റെ നിയമമാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു പെണ്ണ്, ആ പെണ്ണിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, സഹോദരിമാരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചോളണം. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ വമഅഹാ ദൂ മഹ്റമിൻ. ഒരു പെണ്ണിന് വിവാഹം നിഷിദ്ധമായ ഒരാൾ ആ പെണ്ണിന്റെ കൂടെയില്ലാതെ, ആ സഹോദരിയുടെ കൂടെയില്ലാതെ ഒരു പുരുഷന്റെ അരികിൽ ഒരു പെണ്ണ് തനിച്ചാകുന്നത് ഇസ്ലാം എതിർത്തിരിക്കുന്നു, ഹറാമാണ്, പാടില്ല. പുരുഷന്റെ സെക്രട്ടറി പെണ്ണ്. ഇല്ലേ? നമ്മുടെ കടയിലുണ്ടോ അങ്ങനെ? നമ്മുടെ റൂമിലുണ്ടോ അങ്ങനെ? എങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ തകരാറ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. ഒഴിഞ്ഞിരിക്കരുത്. അവിടെ പിശാച് ഇടപെടും. ഇസ്ലാമിന്റെ ധാർമ്മികത തകർക്കും. മനുഷ്യന്റെ ധാർമ്മിക ബോധത്തിന്റെ കടക്കൽ കത്തിവെക്കും. അതുകൊണ്ട് ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅ, ഒരു പെണ്ണിന്റെ കൂടെ ഒരു പുരുഷൻ തനിച്ചാകരുത്. ഒരു വിവാഹം നിഷിദ്ധമായ ആൾ കൂടെ ഉണ്ടായിട്ടല്ലാതെ. നോക്കൂ നിങ്ങൾ, പീഡനങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഇസ്ലാം ഇത് പറയുന്നത്. പീഡനം ഉണ്ടാകരുത്. ഇനി പറയുന്നത് കേട്ടോ, വലാ തുസാഫിരിൽ മർഅ, ഒരു പെണ്ണ് യാത്ര ചെയ്യരുത്, ഇല്ലാ മഅദീ മഹ്റമിൻ, വിവാഹം നിഷിദ്ധമായ ഒരാൾ, അതല്ലെങ്കിൽ ഭർത്താവോ കൂടെയില്ലാതെ ഒരു പെണ്ണ് യാത്ര ചെയ്യാൻ പാടില്ലെന്ന് ഹബീബായ നേതാവാ പറഞ്ഞത്. പക്ഷെ ഇത് പലരും പരിഗണിക്കൂല. പെൺകുട്ടികൾ അങ്ങ് അയക്കും, സ്വന്തം അങ്ങ് അയക്കും. അല്ലേ? അയച്ചതിന്റെ പേരിൽ എന്തൊക്കെ ഉണ്ടാകുന്നത്, അല്ലേ? എന്തൊക്കെ ദുരന്തം ഉണ്ടാകുന്നത്. സൂക്ഷിക്കാത്തതിന്റെ പേരിൽ തനിച്ചാകുമ്പോ പെൺകുട്ടികളും സൂക്ഷിക്കൂല.
ഒരു പുരുഷന്റെ കൂടെ തനിച്ചാകുമ്പോ പെൺകുട്ടികൾക്കും വിഷയമല്ല അല്ലേ? ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു പെൺകൊടിയെ ഒരു കാമഭ്രാന്തനായ ഒരു മനുഷ്യൻ ട്രെയിനിൽ നിന്ന് താഴേക്ക് വലിച്ചിട്ട് ആ പെൺകൊടിയെ ട്രാക്കിലൂടെ വലിച്ചിഴച്ച് അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി തന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും മൃഗീയമായി ആ പെൺകൊടിയെ വധിച്ചു കളയുകയും ചെയ്തപ്പോ കേരളത്തിന്റെ മനസ്സ് വേദനിച്ചു, അല്ല ലോകത്തിന്റെ മനസ്സ് വേദനിച്ചു അല്ലേ? സംഗതി ശരി തന്നെയാണ്. പീഡിപ്പിക്കപ്പെട്ടു, വലിയ ക്രൂരമർദ്ദനമായി, അതല്ല മൃഗങ്ങളെ ലജ്ജിപ്പിക്കുന്ന അത്രയും മോശമായി പോയത്. പക്ഷേ അത് ചെയ്തുകൂടാ, അതിനെ ന്യായീകരിച്ചുകൂടാ, അതിനെതിരെ നമ്മുടെ കോർട്ടിൽ നിന്ന് വിധി വന്നു, ശ്ലാഘനീയമാണ്. പക്ഷേ ഇസ്ലാം പറയുന്നു, ഏതെങ്കിലും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഖേദിച്ചത് കൊണ്ട് കാര്യമില്ല, അതിലേക്ക് എത്തുന്ന മാർഗങ്ങളെ ക്ലോസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ ഇത് പറഞ്ഞപ്പോ ഒരു പെണ്ണിന്റെ കൂടെ മെഹറമായ ഒരാൾ ഇല്ലാണ്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞപ്പോ സദസ്സിൽ നിന്ന് ഫഖാമ റജുലുൻ, ഒരാൾ എഴുന്നേറ്റിട്ട് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഇന്നംറഅതി ഖറജത് ഹാജതൻ, എന്റെ ഭാര്യ ഹജ്ജ് ചെയ്യാൻ പുറപ്പെട്ടിട്ടുണ്ട് നബിയേ. ഞാനാണെങ്കിൽ ഒരു യുദ്ധത്തിന് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്താ നബിയെ ഞാൻ ചെയ്യേണ്ടത്? അല്ലേ? പല ഗ്രൂപ്പുകളും ഒരു തീരെ ശ്രദ്ധിക്കാറില്ലേ ഹജ്ജിന്റെ ഗ്രൂപ്പുകളില്ലേ? ഹജ്ജിന് കൊണ്ടുപോകുന്ന എത്ര ഗ്രൂപ്പുകൾ സ്ത്രീകളെ കൊടുത്തതെങ്കിലോ അവർക്കൊരു പ്രശ്നമല്ല, അവരങ്ങ് കൊണ്ടുപോകും അല്ലേ? സദസ്സിന്ന് സ്വഹാബി ചോദിക്കുക, എന്റെ ഭാര്യ ഹജ്ജിന് പോകാൻ ഒരുങ്ങിയിട്ടുണ്ട്, ഞാൻ യുദ്ധത്തിന് പോകാൻ തയ്യാറെടുപ്പാണ്, എന്താ നബിയെ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ഏതാ ക്യാൻസൽ ചെയ്യേണ്ടത്? ഭാര്യയുടെ ഹജ്ജ് ക്യാൻസൽ ചെയ്യണോ? എന്റെ യുദ്ധം ക്യാൻസൽ ചെയ്യണോ? റസൂലുള്ള മറുപടി കൊടുക്കുന്നു, ഇൻതൊലിഖ്, നീ പോകണം, ഫഹുജ്ജി മഅംറഅതിക, നിന്റെ ഭാര്യയുടെ കൂടെ നീ ഹജ്ജ് ചെയ്തോ. ഭാര്യയുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ തൽക്കാലം യുദ്ധത്തിന് പോകേണ്ടതില്ലെന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വഹാബിയോട് മറുപടി കൊടുക്കുന്നത് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് നല്ലത്. സഹോദരിമാർ സൂക്ഷിക്കേണ്ട നിയമങ്ങളാണ് പറയുന്നത്. ഇസ്ലാം അവരെ ആദരിച്ചിരിക്കുകയാണ്, അവരെ ബഹുമാനിച്ചിരിക്കുകയാണ്, അവർക്ക് ഒന്നും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കരുണയുടെ മതമാണിത്, കാരുണ്യത്തിൻ്റെ ദൂതനാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട നിയമങ്ങളാണ് സഹോദരങ്ങളെ സഹോദരികളെ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, സ്ത്രീകൾ, അവരെ എങ്ങനെയാണ് ഇസ്ലാം ആദരിച്ചത്? അവരെ ആദരിച്ചില്ലെന്ന് പറയുന്ന ആളുകളുടെ വാക്കുകൾക്ക് എത്ര സ്ഥാനമുണ്ട്? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. സഹോദരിമാരെ ഇസ്ലാം ആദരിച്ചപ്പോൾ അവർക്ക് ഉത്തരവാദിത്വവും ഇസ്ലാം നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം ആ സഹോദരിമാരെ നിർവഹിക്കാൻ ഒരുങ്ങണം. അതല്ലാതെ പുരുഷൻ ആസ്വദിക്കുവാനുള്ള ഒരു വസ്തുവല്ല യഥാർത്ഥത്തിൽ സ്ത്രീ. ഇന്ന് സഹോദരിമാരുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് ആധുനിക ലോകം സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കച്ചവടം നടക്കണമെങ്കിൽ ശരീരത്തിന്റെ നഗ്നത പ്രദർശിപ്പിച്ച ഒരു പെണ്ണ് വേണം എന്ന സമീപനമാണ് എന്നുള്ളത്. ടെലിവിഷനിൽ ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ അതും പെണ്ണിന്റെ സൗന്ദര്യത്തെ ചൂഷണം ചെയ്യണമെന്നാണ് ആധുനിക ലോകത്തിലെ ബിസിനസ് തമ്പുരാക്കന്മാരുടെ നിലപാട്. ഇസ്ലാം ഈ ചൂഷണത്തിനെതിരാണ്. പെണ്ണേ, നിന്റെ സൗന്ദര്യം വിറ്റ് കാശാക്കാനുള്ളതല്ല പെണ്ണേ, അത് അള്ളാഹ് നിനക്ക് തന്നതാണ് നിന്റെ കുടുംബജീവിതം ഭദ്രമാകാൻ, നിന്റെ ഭർത്താവിന് സമാധാനം കിട്ടാൻ. അത് കണ്ടവന് വിറ്റ് കാശാക്കാനുള്ളതല്ല. പക്ഷേ സ്ത്രീ അവളുടെ വ്യക്തിത്വം ഇന്ന് തിരിച്ചറിഞ്ഞില്ല. ഇസ്ലാം പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, നീ ഫ്ലെക്സ് ബോർഡുകളിൽ പ്രത്യക്ഷപ്പെടാനോ സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെടാനോ ഏതെങ്കിലും കമ്പനിക്കാരുടെ കടകളിൽ സെയിൽസ് ഗേളായി നിന്റെ ശരീരത്തിന്റെ മാരണം കാണിക്കാനോ അല്ല നീ ഈ ലോകത്തേക്ക് വന്നത്. മറിച്ച് നീ എന്തിനാ വന്നത്? നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അൽമർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, നീ വിവാഹം കഴിഞ്ഞവളാണെങ്കിൽ നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ രാജ്ഞിയാണ് നീ.
പെണ്ണിനെ പറഞ്ഞത് അങ്ങനെയാണ്. ഭർത്താവിന്റെ വീട്ടിൽ ഭരണം നടത്തുന്ന രാജ്ഞിയാണ് നീ. അവിടെ ഭർത്താവിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവൾ, ഭർത്താവിന് ഇഷ്ടമില്ലാത്തവരെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കാത്തവൾ, ഭർത്താവിന്റെ മക്കളെ താലോലിച്ച് വളർത്തുന്ന സ്നേഹനിധിയായ ഉമ്മ, ആ ഭർത്താവിന്റെ മക്കൾക്ക് അക്ഷരം പകർന്നു കൊടുക്കുന്ന ആദ്യത്തെ അക്ഷരമുറ്റം, ഒരു ഉമ്മത്തിനെ വളർത്തുന്ന ആദ്യത്തെ മടിത്തട്ട്, അതാണ് ഉമ്മ. അതാണ് ഉമ്മ. ഉമ്മ എന്ന് പറഞ്ഞാൽ അഭയം തേടുന്നത്, അല്ലേ? ചെന്നഭയം തേടാനുള്ള ആദ്യത്തെ അഭയം അത് മാതാവാണ്. എത്ര ആദരിച്ചു ഈ ദീന്. അല്ലുമ്മ മദ്രസ, ഉമ്മ പാഠശാലയാണ്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളുടെ വിശ്വാസം നന്നാകണം, നിങ്ങളുടെ സമീപനം നന്നാകണം, നിങ്ങളുടെ ആദർശം നന്നാകണം, നിങ്ങൾക്ക് വിജ്ഞാനമുണ്ടാകണം. എങ്കിലേ നിങ്ങൾക്ക് ഉത്തരവാദിത്വം നിർവഹിക്കാനാകൂ. പൊട്ടിയായ ഒരു പെണ്ണിനെ കൊണ്ട് ലോകത്തിനൊന്നും നേടാനാവില്ല. ബുദ്ധിയില്ലാത്തൊരു പെണ്ണിനെ കൊണ്ട് ഒരു കുടുംബത്തിനൊന്നും നേടാനാവില്ല. അക്ഷരജ്ഞാനമില്ലാത്തൊരു പെണ്ണ് ഒരു കുടുംബത്തിന്റെ ശാപമാണ്. കാരണം വിജ്ഞാനം കൊടുക്കണമെങ്കിൽ ഉമ്മക്ക് വിവരം വേണ്ടേ? ആരാ ഇത് പരിഗണിക്കാറുള്ളത്? അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളുടെ പൂർവികർ, നിങ്ങളുടെ മാതൃകകൾ, മഹദികളായ നിബിതങ്ങളുടെ ഭാര്യമാർ, സഹാബത്തിന്റെ ഭാര്യമാർ, അവരൊക്കെ വിജ്ഞാനത്തിന്റെ നിറകുടങ്ങൾ. ഉമ്മയായ ആയിഷ ബീവിയെ കുറിച്ച് ചരിത്രം പറഞ്ഞത് കാനത്ത് ഉമ്മുന ഫിൽ ഇൽമി ബഹ്റ, നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി വിജ്ഞാനത്തിന്റെ സാഗരമായിരുന്നു. സഹാബാക്കളുടെ പത്നിമാര് നിബിതങ്ങളോട് ലജ്ജയില്ലാതെ ദീന് പഠിക്കാൻ തയ്യാറായി വന്നു. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളും വിജ്ഞാനത്തിന്റെ കവാടങ്ങൾ മുട്ടി നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നാണ് ബോധ്യപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നമുക്കെല്ലാവർക്കും തൗഫീഖും സഹായവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ അപരാധങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാരക രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും ആകസ്മിക മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ അജിർനാ മിനൻ നാർ, റബ്ബനാ അജിർനാ മിനൻ നാർ, ربنا أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم تقبل صالح أعمالنا، اللهم تقبل صالح أعمالنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأقم الصلاة.